എറണാകുളം കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു. ചെല്ലാനത്തെ പോലെ ടെട്രാപോഡ് നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലവർഷം ശക്തമാകാൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. കാലവർഷം കേരളത്തിലേക്ക് എത്തി എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് കടൽക്ഷോഭം രൂക്ഷമാവുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യം ആണുള്ളത്. ന്യൂനമർദ്ദം കൂടി നിലനിൽക്കുന്ന സാഹചര്യം, കള്ളക്കടൽ പ്രതിഭാസമടക്കം നിലനിൽക്കുന്ന സാഹചര്യം. അതിനിടെയാണ് എറണാകുളം കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു എന്നുള്ളത്. ചെല്ലാനത്തെ പോലെ ടെട്രാപോഡ് നിർമ്മിക്കണം എന്നാണ് ആവശ്യം. ചെല്ലാനം നേരത്തെ തുടർച്ചയായി കടൽക്ഷോഭം ഉണ്ടാവുകയും വലിയൊരു ഭൂപ്രദേശം തന്നെ കടലെടുത്തു പോവുകയും ചെയ്ത പ്രദേശമായിരുന്നു. വലിയ ദുരിതത്തിലായിരുന്നു ചെല്ലാനത്തെ തീരദേശവാസികളെങ്കിൽ അവിടെ ടെട്രാപോഡുകൾ സ്ഥാപിച്ചതോടെ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെട്രാപോഡുകൾ സ്ഥാപിക്കണം ഈ കണ്ണമാലി മേഖലയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഡാനി ഇപ്പോൾ ഉണ്ട് അവിടെ നിന്ന്. ഡാനി, കാലവർഷം എത്തിയെന്ന റിപ്പോർട്ട് ഇതാ ഇപ്പോൾ ഏറ്റവും പുതുതായി എത്തുന്നു. അതേസമയം തന്നെ ഇന്നലെ അടക്കം പെയ്ത കനത്ത മഴയുണ്ട്. അതിലൊക്കെ സംസ്ഥാന വ്യാപകമായി വലിയ നാശനഷ്ടമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. തീരമേഖലയിലുള്ളവർ എത്രത്തോളം ആശങ്കയിലാണ്? അഭിലാഷ്, നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോൾ കടൽക്ഷോഭം സംബന്ധിയായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ തവണയും നമ്മൾ പറഞ്ഞു പോകുന്നത് ഏറ്റവും കൂടുതൽ കണ്ണമാലി ചെല്ലാനം പ്രദേശം ഉൾപ്പെടുന്ന തീരമേഖല തന്നെയാണ്. അതിൽ ചെല്ലാനം എന്നത് വളരെ സുരക്ഷിതമായ ഒരിടമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ടെട്രാപോഡും സംവിധാനങ്ങളും എല്ലാം വന്നതോടുകൂടി കുറച്ചുകൂടി സുരക്ഷിതമായൊരിടമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ കണ്ണമാലിയിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല, തീർത്തും വിഭിന്നമാണ്. കാരണം ഏത് സമയവും കടലാക്രമണം ഉണ്ടാവുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ ഇവിടെ മാറിയിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ആ ഭാഗത്ത് കാണുന്നത് ഇവിടുത്തെ കടൽ ഭിത്തിയാണ്. സത്യത്തിൽ ഇതിങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ബീച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഇതൊരു കടൽ ഭിത്തി, അത് പൊഴി മുറിഞ്ഞിരിക്കുന്നു എന്നതാണ്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എല്ലാം തന്നെ ഈ വശങ്ങളിലേക്ക് എല്ലാം തന്നെ വരുമ്പോൾ കടലാക്രമണം വളരെ രൂക്ഷമായിരിക്കുന്നു. കടൽ ഭിത്തി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാത്തൊരു ഇടമാണ് ഈ സ്ഥലത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ. അപ്പോൾ ഇവർ പറയുന്ന നാളുകളായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഈ ഭാഗത്തേക്ക് കടൽ ഭിത്തി വളരെ സുരക്ഷിതമായിട്ട് നിർമ്മിക്കണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഒന്നും തന്നെയും കാര്യങ്ങൾ വന്നിട്ടില്ല. ഇവിടെ അല്പസമയം മുമ്പ് വലിയ രീതിയിലുള്ളൊരു സമരവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്തു. ഇനിയുള്ള നാളുകൾ സമരത്തിൻ്റെതാണ് എന്ന് പറയും. നമുക്കൊപ്പം ഈ സമരസമിതിയുടെ കൺവീനർ കൂടിയായ സബാസ്റ്റ്യൻ ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇത് തന്നെ പറയുകയാണ്. ഈ ഭാഗത്തും കടൽ ഭിത്തി ഉണ്ടാകുന്ന പ്രതീക്ഷകളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2019 ഒക്ടോബർ 28 ആരംഭിച്ച സമരം ഇന്ന് 2036 ദിവസം തികയുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് 2021 ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള 7.36 കിലോമീറ്റർ സ്ഥലത്ത് കടൽഭിത്തി, ടെട്രാപോഡ് കടൽഭിത്തിയും 6 പുലിമുട്ടും വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ചെല്ലാനം പഞ്ചായത്തിന്റെ തന്നെ ബാക്കി പ്രദേശങ്ങളായ പുത്തൻതോട്, കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ് പ്രദേശങ്ങളും തുടർന്നുള്ള കൊച്ചി കോർപ്പറേഷന്റെ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കടലാക്രമണമാണ് നിലവിലുള്ളത്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമെന്ന് പറയുന്നത് ഒന്ന്, ടെട്രാപോഡ് കടൽഭിത്തി നീട്ടുക, ഈ പറയുന്ന ബീച്ച് റോഡ് വരെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി വരെ. രണ്ടാമത്തത് കൊച്ചിൻ പോർട്ട് ട്രെഡ് ചെയ്ത് പുഴങ്കടലിൽ കൊണ്ട് കളയുന്ന എക്കല് നമ്മുടെ ചെല്ലാനം തീരക്കടലിൽ അടിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കടൽഭിത്തിക്ക് പടിഞ്ഞാറ് വശത്തുള്ള തീരക്കടലിൽ ആഴം കുറയും. ആഴം കുറഞ്ഞു കഴിഞ്ഞാൽ കടൽ തിരമാലയുടെ ഉയരം കുറയുകയും കടലാക്രമണം കുറയുകയും ചെയ്യും. ഇത് മാത്രം ചെയ്താൽ മതി ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷെ ഒരു നടപടികളിലേക്കും നീങ്ങുന്നില്ല. വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. 2023 നവംബർ 1 ഇവിടുത്തെ പണി ആരംഭിക്കുമെന്ന്, 2ാം ഘട്ടം പണി ആരംഭിക്കുമെന്ന് നമ്മുടെ മന്ത്രിമാര് തന്നെ ഇവിടെ 2 മന്ത്രിമാര് തന്നെ ഇവിടെ പ്രഖ്യാപിച്ചതാണ്. ഒന്നും നടന്നിട്ടില്ല. പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഞങ്ങൾ എന്തായാലും ഇത് നേടിയിട്ട് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അഭിലാഷ, പലതവണ നമ്മളിവിടെ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരു നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ സമരം ഉണ്ടായിരുന്നു, അത് സമാപിച്ചിരിക്കുന്നു. സ്ത്രീകളടക്കമുള്ളവർ ഈ സമരത്തിലേക്ക് എല്ലാം തന്നെ കടന്നു വരികയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. മറ്റൊരു വഴിയും അവർക്ക് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ പൊഴിമുറിഞ്ഞ് നിരവധിയായ ഇടങ്ങളുണ്ട്. തകർന്ന വീടുകൾ പല സ്ഥലത്ത് അവശേഷിക്കുന്നുണ്ട്. ആർക്കും ഒരു ആശ്വാസവാക്ക് എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ രീതിയിലേക്ക്
ഒരു നടപടികളിലേക്കൊന്നും പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. നമുക്കൊപ്പം ഈ പ്രദേശത്തെ കുട്ടികൾ കൂടി ചേരുന്നുണ്ട്. കാരണം അവരെല്ലാം ഇതിന്റെ ഒരു രൂക്ഷത എല്ലാം തന്നെ അനുഭവിക്കുന്നവരാണ്. എല്ലാ വർഷകാലത്തും ഇതേപോലെയൊക്കെ തന്നെ ആവുന്നു. സത്യത്തിൽ ചേട്ടാ ഇതല്ല ഇവിടത്തെ അവസ്ഥ. ഇതിൽ ശോകമാണ് സത്യത്തിൽ പറഞ്ഞ. ഈ വീക്ക് നിങ്ങൾ വന്ന ഈ 2-3 ദിവസം കൂടി കഴിഞ്ഞ വാവെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കടൽ അതേപടി തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറിന്ന് കാറ്റടിച്ച് കടല് നമ്മുടെ തീരപ്രദേശങ്ങളിൽ വരാന്. ഇപ്പൊ ഇന്നലത്തെ കാറ്റിനാലും ഞങ്ങൾ പേടിച്ച് ടെൻഷനിലാണ് കഴിഞ്ഞത്. കാരണം ഈ കടല് പൊങ്ങുന്നു. കാരണം കഴിഞ്ഞ ഒരു സമരം ഞങ്ങൾ നടത്തിയിരുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് നടന്ന പോലെ തന്നെ ഒരു സമരം അവിടെ നടത്തിയിരുന്നു. അപ്പൊ അവിടെ കളക്ടറും വന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി, കല്ല് നിങ്ങൾക്ക് ശരിയാക്കി തരാം, പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരൂല എന്നും പറഞ്ഞ് അവർ നമുക്ക് വാഗ്ദാനം നൽകി. പക്ഷെ പിള്ളേരായ ഞങ്ങൾ പോലും അത് വിശ്വസിച്ചു. പക്ഷെ എന്നിട്ട് ഒരു നടപടി ഇതുവരെ ആയില്ല. ഇപ്പൊ ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ടെൻഷനിലാണ് കഴിയണം. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് അമ്മമാരുണ്ട്, പിന്നെ ഞങ്ങളെക്കാൾ ഇളയ പിള്ളേരുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ അവിടെ പോകാൻ ഒന്നിനും ഒരു കൃത്യത ഇല്ല സത്യത്തിൽ. ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കടലൊക്കെ കയറി കൊറേ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൊറേ ബാത്റൂം ഒക്കെ നിറഞ്ഞ് നല്ല കഷ്ടമാണ്. സ്കൂളിൽ പോണ വഴിയൊക്കെ ആണെങ്കിലും മിക്ക പിള്ളേരും ഇവിടെ സൈക്കിളിനാണ് സ്കൂളിൽ പോണത്. അപ്പൊ സ്കൂളിൽ പോണ വഴി കടല് കയറി സൈക്കിളൊക്കെ വീണ് തെങ്ങൊക്കെ വീണിട്ടുണ്ട്. എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് ഞങ്ങൾ നനഞ്ഞ വഴി അവിടെ ഇരിക്കും. എന്നിട്ട് ബാഗൊക്കെ ഉണക്കാൻ വെച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ടെട്രോ പാഡ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജിയോ ട്യൂബ് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ സ്കൂളിൽ പോണ വഴിയായാലും ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. സ്കൂളിലൊക്കെ നനഞ്ഞിരിക്കേണ്ട അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തന്നെ. അതെ, വേറെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. കാരണം പറഞ്ഞ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ട് കാര്യമില്ല. ഇത് ഇവിടെ പ്രവർത്തിച്ച് കാണിക്കണ്ടേ, എന്നാലേ നമുക്കൊരു വിശ്വാസം വരുള്ളൂ. അതിനെ എന്തായാലും ഞങ്ങൾക്ക് ജിയോ ബാഗ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് എപ്പോഴും വെക്കണം. അത് ഇടിച്ചിടും കടലിൽ. അങ്ങനെയാണ് അവസ്ഥ. നല്ല രീതിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ബാത്റൂമിലൊക്കെ ആണെങ്കിലും ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും പോവാൻ പറ്റുന്നില്ല. പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും നടക്കാൻ പോലും പറ്റാത്ത ഓരോരോ വീടുകളില് പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. കടലടിച്ച് കയറുമ്പോഴത്തേക്ക് പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ജീവിക്കാനായിട്ട്. പാവപ്പെട്ട ആൾക്കാർ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ഇവരൊന്ന് എത്തി നോക്കാത്തത് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞൊരു വട്ടവും ഇവര് പാവപ്പെട്ട ആൾക്കാർ ഇവരുടെ സമരത്തിനിരുന്നു. എന്നിട്ട് അവർക്ക് ഇല്ലാത്തൊരു വാഗ്ദാനം നൽകിയിരുന്നു കളക്ടർ. ഞങ്ങൾ അടുത്ത വർഷം ഇതിനെന്തായാലും ഒരു നടപടി ഉണ്ടാക്കാം, അന്ന് തന്നെ ഒരു പുതിയൊരു ഇത് അറിയിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഒന്നും ഇവര് ഇവരെ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായാലും ഇവരെ ജയിപ്പിച്ചു വിടുന്നതല്ലേ. ഇവരുടെ ഒരു അവസ്ഥ കൊണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഞങ്ങൾ ഇത് സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടന്ന് എന്ത് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ വീട്ടിലായാലും വെള്ളം കയറി കടൽക്ഷോഭത്തിലായാലും ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളോ നമുക്ക് ഭക്ഷണമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇനി വരാണ്ടിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. കാരണം ഇപ്പൊ പറയുന്നതിന്റെ കാര്യം ഇനി കടലിൽ കയറി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങൾ ഇതിക്ക് മുമ്പ് തന്നെ സമരം ചെയ്യുന്നത്. പക്ഷെ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇനി വരുന്ന ഞങ്ങളെ പോലുള്ള ഒരു തലമുറക്കെങ്കിലും അവർക്കെങ്കിലും സുരക്ഷിതയോടെ ജീവിക്കാൻ സാധിക്കണം. അഭിലാഷ്, നമ്മൾ കേൾക്കുന്നത് ഈ പ്രദേശത്തിന്റെ യുവതയുടെ ശബ്ദമാണ്. അടുത്ത വരുന്ന ഒരു തലമുറ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും എല്ലാം തന്നെയാണ് അവർ വിശദീകരിക്കുന്നത്. കാരണം ഇത് എത്ര കാലമായി തുടരുന്നു. അവരുടെ ഈ കുട്ടികൾ തന്നെ ഇത് അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നു. ഇനി അങ്ങോട്ട് സഹിച്ചുകൊണ്ടു പോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നത്. ഇത് കാലവർഷത്തിന്റെ തുടക്കമായിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ളത് ദുരിതങ്ങളുടെ നാളുകൾ തന്നെയാണെന്നാണ് ആ കുട്ടികൾ തന്നെ വിളിച്ചു പറയുന്നത്. അഭിലാഷ്, തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ യുവതലമുറയും വലിയ പ്രതിഷേധത്തിലാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ. അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അത്രമേൽ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധം, പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കടൽ കയറ്റം പുനർനിർമ്മിക്കൂ സർക്കാരെ.